morning dear students. ഞാൻ പോകുന്നത് സോഷ്യലിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററിന്റെ ബാക്കിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി കുറച്ച് കാര്യം കൂടി ഉള്ളൂ, നമുക്ക് ആ ചാപ്റ്റർ അങ്ങ് തീർക്കാം. പേജ് നമ്പർ 334, പേജ് നമ്പർ 334. അതായത് നമ്മൾ പഠിക്കാനായിട്ടുള്ളത് തമിഴ്നാടുമാണ് കേട്ടോ, തമിഴ്നാട്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത എല്ലാവരും നോക്കിയേ. We have already read about Tamil Nadu and its people in the previous chapters. The delta formed by the river Kaveri along the Coromandel coast is very fertile. It is called the rice bowl of Tamil Nadu. Kanchipuram in Tamil Nadu is famous for cotton and silk sarees. The Marina Beach in Chennai is the largest beach in India. Okay. അപ്പോൾ നമുക്കിവിടെ പറയാനായിട്ടുള്ളത് we have already read about Tamil Nadu in its previous chapters. അല്ലേ, മുന്നത്തെ പാഠത്തിൽ നമ്മൾ തമിഴ്നാടുവിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? തമിഴ്നാടുവിനെ പറ്റി പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? അവിടെ നമ്മൾ പറഞ്ഞു തമിഴ്നാടിന്റെ ക്യാപിറ്റൽ സിറ്റി, അല്ലെ, ക്യാപിറ്റൽ സിറ്റി ഓഫ് തമിഴ്നാടു എന്ന് പറയുന്നത് ചെന്നൈ ആയിരുന്നു, അല്ലേ, ചെന്നൈ. അതുപോലെ തന്നെ ഫാമിംഗ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒക്കുപേഷൻ എന്ന് പഠിച്ചു. പിന്നെ പ്രധാനമായിട്ടും അവിടെ ഒരുപാട് സിൽക്ക് സാരീസ്, അല്ലെ, സിൽക്ക് സാരികൾ ഒരുപാട് നിർമ്മിക്കുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെന്ന് പറഞ്ഞു അവിടുത്തെ ആളുകൾ കൂടുതലും സംസാരിക്കുന്ന അവരുടെ ഭാഷ, ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴാണ്. പിന്നെ അതുപോലെ ഭരതനാട്യമാണ് അവിടുത്തെ ട്രഡീഷണൽ ഡാൻസ് പെർഫോമൻസ് എന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ അവിടുത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് പൊങ്കലാണ്, അല്ലേ, പൊങ്കൽ ഈസ് ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് തമിഴ്നാടു എന്ന് നമ്മൾ പഠിച്ചു, അല്ലേ. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട അവിടുത്തെ ആളുകളുടെ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, അല്ലേ, എന്തൊക്കെയാണ് കൂടുതലും അവർ പ്രിഫർ കൊടുക്കുന്നത്? റൈസ്, ഇഡ്ഡലി, പിന്നെ അതുപോലെ ദോശ, ഉപ്പുമ, സാമ്പാർ ആൻഡ് കേർഡ്, ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. ഇനി ഇവിടെ പറയുന്നത് പുതിയതായിട്ട് the delta formed by the river Kaveri along the Coromandel coast is very fertile, അല്ലേ. അതായത് കൊറോമാൻഡൽ തീരത്ത് ഈ കാവേരി നദി, അല്ലെ, കാവേരി നദി തമിഴ്നാട്ടിലെ നദിയാണ്. കാവേരി നദി തമിഴ്നാട്ടിലൂടെ ഒഴുകി പോകുന്ന ഒരു നദിയാണ് കാവേരി നദി. ഈ കാവേരി നദി ഒഴുകി പോകുന്ന ഭാഗത്ത് എന്താണ്, അതായത് വളരെയധികം നദി ഇങ്ങനെ വഹിച്ചുകൊണ്ട് വരുന്ന പല കാര്യങ്ങളും എന്താണ് അടിഞ്ഞു കൂടിയ ഒരു ഡെൽറ്റ, അല്ലെ, ഡെൽറ്റ ഉണ്ട്. അത് വളരെ ഫലപുഷ്ടിയുള്ള ഒരു പ്രദേശമാണ് ഡെൽറ്റ, അല്ലെ. ഫെർട്ടൈൽ സോയിലാണ് അവിടുത്തെ മണ്ണെന്നൊക്കെ പറയുന്നത്, വളരെ ഫലപുഷ്ടി ഉള്ളതാണെന്നാണ് പറയുന്നത്. അതാണ് എന്ത്, കൊറോമാൻഡൽ കോസ്റ്റ്. എന്താണ് അങ്ങനെ ഡെൽറ്റ അത് വഹിച്ചുകൊണ്ട് വരുന്ന അതെല്ലാം കൂടെ നിന്റെ രൂപം കൊള്ളുന്ന ഒരു ഡെൽറ്റ പോലെ ഉള്ളതാണ് എന്ത്, ഈ കൊറോമാൻഡൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ പിക്ചർ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഇന്ന് പറയുന്നത് വളരെയധികം ഫെർട്ടൈൽ, വളരെ ഫലപുഷ്ടി ഉള്ളതാണെന്നാണ് പറയുന്നത്. It is called the rice bowl of Tamil Nadu. ഇതിൽ നമ്മൾ തമിഴ്നാടിന്റെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ. It is called the rice bowl of Tamil Nadu. തമിഴ്നാടിന്റെ നെല്ലറ, അല്ലെ, ഒരുപാട് കാര്യങ്ങൾ കൃഷി ചെയ്യുന്ന തമിഴ്നാടിന്റെ നെല്ലറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാഞ്ചീപുരം ഇൻ തമിഴ്നാടു ഈസ് ഫേമസ് ഫോർ കോട്ടൺ ആൻഡ് സിൽക്ക് സാരീസ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അത് പഠിച്ചു. കാഞ്ചീപുരം എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് കോട്ടനും അതുപോലെ സിൽക്ക് സാരീസിനൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ളതാണെന്ന് പഠിച്ചു. The Marina Beach in Chennai is the largest beach in India. അല്ലെ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും നീളം കൂടിയ ഒരു സമുദ്ര തീരം, അല്ലെ, ബീച്ചാണ് ഇത് മറീന ബീച്ച് എന്ന് പറയുന്നത്. മറീന ബീച്ച് അവിടെ പിക്ചർ കാണിക്കുന്നുണ്ട് കണ്ടോ. ദ മറീന ബീച്ച് ഇൻ ചെന്നൈ, ചെന്നൈയിലാണത്. ചെന്നൈയിലുള്ള ഈ മറീന ബീച്ചാണ് ദ ലാർജസ്റ്റ് ബീച്ച് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണെന്നാണ് പറയുന്നത്. കന്യാകുമാരി ഈസ് ഇൻ തമിഴ്നാടു, അല്ലെ, കന്യാകുമാരി അമ്പലം ഒക്കെ ഉണ്ട്, അല്ലെ, കന്യാകുമാരി. അപ്പൊ കന്യാകുമാരി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കന്യാകുമാരി ഈസ് ഇൻ തമിഴ്നാടു, തമിഴ്നാടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. Three water bodies, the Bay of Bengal, the Arabian Sea and the Indian Ocean meet here, അല്ലെ. അതായത് ഏതൊക്കെയാണ്? ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രം. ഈ മൂന്ന് വലിയ ജലാശയങ്ങൾ എവിടെയാണ്? ഈ കന്യാകുമാരി ഇവിടെയാണ് സംഗമിക്കുന്നത്. നിങ്ങൾക്ക് ഈ കന്യാകുമാരി എന്ന് പറയുന്നത് മൂന്ന് വലിയ ജലാശയങ്ങൾ എന്താണ് ഒരുമിച്ച് സംഗമിക്കുന്ന സ്ഥലമാണ്. അത് ഏതൊക്കെയാണ്? ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം. പിന്നെ പറയുന്നത് the Vivekananda Rock Memorial has been built on a small island near the coast here. അല്ലെ, അതുപോലെ എന്താണ് ഒരു ചെറിയ ദ്വീപിലാണ് എന്ത് വിവേകാനന്ദ പാറ. അത് നിങ്ങൾക്ക് അവിടെ താഴെ പിക്ചർ കാണിച്ചിരിക്കുന്നുണ്ടോ? വിവേകാനന്ദ റോക്ക്
മെമ്മോറിയൽ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ. അപ്പൊ ഈ വിവേകാനന്ദ പാറ എന്താണ്, ഇതുപോലൊരു ചുറ്റും സമുദ്രമാണ്, അവിടെ എന്താണ് ഒരു വലിയ പാറയുടെ മുകളിലാണ് ഈ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടോ, വിവേകാനന്ദ പാറ സ്മാരകമാണത്. അതൊരു വലിയൊരു ഇതുപോലൊരു പാറ അല്ലെ, ഒരു ദ്വീപാണത്. ദ്വീപ് ചുറ്റും എന്താണ് സമുദ്രമാണ് അല്ലെ. അപ്പൊ അവിടെയുള്ള ഒരു പാറയുടെ മുകളിലാണ് ഈ ഒരു വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടോ, അപ്പൊ അത്രയേ ഉള്ളൂ തമിഴ്നാടിനെ പറ്റി പഠിക്കാനായിട്ട്, വളരെ എളുപ്പമാണ്. അപ്പോൾ അവിടെ പറഞ്ഞതിന് ദ ഡെൽറ്റ ഫോംഡ് ബൈ ദ റിവർ കാവേരി അലോങ് ദ കൊറമാൻഡൽ കോസ്റ്റ് ഈസ് വെരി ഫെർട്ടൈൽ അല്ലെ. കാവേരി നദി രൂപം കൊള്ളുന്ന ഡെൽറ്റ അല്ലെ, അതിന്റെ ഈ പറയുന്ന എന്റെ കൊറമാൻഡൽ തീരത്താണ് ഈ കാവേരി നദി രൂപം കൊണ്ട് ഉണ്ടാകുന്ന ഡെൽറ്റ ഉള്ളത്. ഇതിന്റെ പറയുന്ന വളരെ ഫെർട്ടൈൽ ആണ്, വളരെയധികം ഫലപുഷ്ടി ഉള്ളതാണ്. ഇറ്റ് ഈസ് കോൾഡ് ദ റൈസ് ബോൾ ഓഫ് തമിഴ്നാടു. തമിഴ്നാടുവിൽ നെല്ലറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ കാഞ്ചീപുരം ഇൻ തമിഴ്നാടു ഈസ് ഫേമസ് ഫോർ കോട്ടൺ ആൻഡ് സിൽക്ക് സാരീസ്. കോട്ടനും അതുപോലെ സിൽക്ക് സാരിക്കൊക്കെ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ തമിഴ്നാടു എന്ന് പറയുന്നത്. ദ മറീന ബീച്ച് ഇൻ ചെന്നൈ ഈസ് ദ ലാർജസ്റ്റ് ബീച്ച് ഇൻ ഇന്ത്യ അല്ലെ. മറീന ബീച്ച് എവിടെയാണ്, ചെന്നൈയിലുള്ള മറീന ബീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സമുദ്രതീരം. കന്യാകുമാരി ഈസ് ഇൻ തമിഴ്നാടു. തമിഴ്നാടുവിൽ തന്നെയാണ് കന്യാകുമാരി സ്ഥിതി ചെയ്യുന്നത്. 3 water bodies, the Bay of Bengal, the Arabian Sea and the Indian Ocean meet here അല്ലെ. 3 വലിയ ജലാശയം അല്ലെ, വലിയ ജലാശയം എവിടെയാണ് സംഗമിക്കുന്നത്, ഈ പറഞ്ഞ കന്യാകുമാരി. ഏതൊക്കെയാണ്, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം. The Vivekananda Rock Memorial has been built on a small island near the coast here അല്ലെ. അതുപോലെ തന്നെ ഈ ദ്വീപ് അല്ലെ, എന്താണ് ഈ ഒരു ചെറിയ ദ്വീപിലാണ് വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത്. അവിടെ പിക്ചർ ഉണ്ട് നിങ്ങൾക്ക് അതിന്റെ. അടുത്തത് പുതുച്ചേരി. എന്താണ് പുതുച്ചേരി? പുതുച്ചേരി ഈസ് സിറ്റുവേറ്റഡ് ടുവേർഡ്സ് ദ സൗത്ത് ഓഫ് ചെന്നൈ. ചെന്നൈയുടെ ഏകദേശം തെക്കു ഭാഗത്തായിട്ടാണ് പുതുച്ചേരി സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയുടെ ഏകദേശം തെക്കു ഭാഗത്തായിട്ടാണ് പുതുച്ചേരി സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ യൂണിയൻ ടെറിട്ടറി. ഇതൊരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. എന്താണ്, ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. ഇറ്റ് ഈസ് എ യൂണിയൻ ടെറിട്ടറി. ഇതൊരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. ഇറ്റ് വാസ് ഓൺസ് അണ്ടർ എ ഫ്രഞ്ച് റൂൾ. ഇത് എന്താണ്, ഒരു സമയത്ത് ഫ്രഞ്ച് ഭരണാധികാരികളുടെ കീഴിലായിരുന്നു ഈ പുതുച്ചേരി എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഭരണാധികാരികളുടെ കീഴിലായിരുന്നു ഈ പുതുച്ചേരി ഉണ്ടായിരുന്നത്. ഇറ്റ് ഈസ് ഫേമസ് ഫോർ അരബിന്ദോ ആശ്രം ആൻഡ് ദ മാട്രി മന്ദിർ. ഇതെന്ന് പറഞ്ഞാൽ അരബിന്ദ് മാട്രി മന്ദിർ. കണ്ടോ പിക്ചർ കണ്ടോ, ഇതെന്താണ്, ഇറ്റ്സ് ഫേമസ് ഫോർ അരബിന്ദോ ആശ്രം ആൻഡ് ദ മാട്രി മന്ദിർ. എവിടെ ഉള്ളതാണ് ഈ അരബിന്ദോ ആശ്രമവും മാട്രി മന്ദിർ? മോസ്റ്റ് പീപ്പിൾ സ്പീക്ക് തമിഴ് അല്ലെ. കൂടുതൽ ആളുകളും അവിടെ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, തമിഴ് തന്നെയാണ്. സം ഓഫ് ദ പീപ്പിൾസ് ഓൾസോ സ്പീക്ക് ഫ്രഞ്ച്. ചില ആളുകൾ എന്ത് ചെയ്യും, ഫ്രഞ്ച് ഭാഷയും സംസാരിക്കാറുണ്ട്. കാരണം പണ്ട് ഫ്രഞ്ച് ഭരണാധികാരികളുടെ കീഴിലായിരുന്നു ഈ പുതുച്ചേരി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ പിൻഗാമികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. അവരെന്താണ്, അവർക്ക് പറയുന്ന അവരുടെ ഭാഷ എന്ന് പറഞ്ഞ ഫ്രഞ്ച് ആണ്. എങ്കിലും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് തമിഴ് തന്നെയാണ്. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പുതുച്ചേരിയാണ്. പുതുച്ചേരി സിറ്റുവേറ്റഡ് ടുവേർഡ്സ് ദ സൗത്ത് ഓഫ് ചെന്നൈ. ചെന്നൈയുടെ ഏകദേശം തെക്കു ഭാഗത്തായിട്ടാണ് പുതുച്ചേരി സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ യൂണിയൻ ടെറിട്ടറി. ഇതൊരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. ഇറ്റ് വാസ് ഓൺസ് അണ്ടർ ദ ഫ്രഞ്ച് റൂൾ. ഇത് ഫ്രഞ്ച് ഭരണാധികാരികളുടെ കീഴിലായിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴല്ല, ഒരിക്കൽ എന്താണ് ഫ്രഞ്ച് ഭരണാധികാരികളുടെ കീഴിലായിരുന്നു. ഇറ്റ് ഈസ് ഫേമസ് ഫോർ അരബിന്ദോ ആശ്രം ആൻഡ് ദ മാട്രി മന്ദിർ. ഇതെന്ന് പറയുന്നത് ഇവിടെ അരബിന്ദോ ആശ്രം അതുപോലെ മാട്രി മന്ദിർ തുടങ്ങിയവ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് സ്പീക്ക് തമിഴ്. അവിടുത്തെ ആളുകൾ കൂടുതലും സംസാരിക്കുന്നവരുടെ കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴാണ്. സം ഓഫ് ദം ഓൾസോ സ്പീക്ക് ഫ്രഞ്ച്. കുറച്ച് ആളുകളൊക്കെ ഫ്രഞ്ച് ഭാഷയും സംസാരിക്കാറുണ്ട്. ഓക്കെ, എളുപ്പമല്ലേ? അടുത്തത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് അല്ലെ. നമ്മുടെ സ്റ്റേറ്റ്സ് ഇത്രയും കഴിഞ്ഞു, സംസ്ഥാനങ്ങൾ കഴിഞ്ഞു. ഇനിയുള്ളത് 2 ദ്വീപ് സമൂഹമാണല്ലേ. ഏതാണ് ഫസ്റ്റ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. നോക്കിക്കേ, ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ അല്ലെ. ബംഗാൾ ഉൾക്കടലിലായിട്ടാണ് നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പോർട്ട് ബ്ലെയർ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. സോ പ്ലീസ് അണ്ടർലൈൻ ദ സെന്റൻസ്. അവിടുത്തെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ ആണ്. പോർട്ട് ബ്ലെയർ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദ സ്റ്റേറ്റ്.
മോസ്റ്റ് ഓഫ് ദ ഐലൻഡ്സ് ആർ കവേർഡ് വിത്ത് എ തിക്ക് ഫോറസ്റ്റ്. അവിടുത്തെ ഒരുവിധം ഐലൻഡ്സ് ദ്വീപുകളെല്ലാം എന്താണ് വളരെ വലിയ കട്ടിയുള്ള വനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഫുള്ളും എന്താണ് ചുറ്റും കൂടുതലും വനങ്ങളാണ് ഉള്ളത്. പീപ്പിൾ ഓഫ് ദിസ് ഐലൻഡ്സ് ലീവ് ഇൻ ദെയർ ഓൾഡ് ട്രഡീഷണൽ വേ. അവിടുത്തെ ആളുകൾ ഇപ്പോഴും താമസിക്കുന്നത് അവിടുത്തെ ട്രഡീഷണൽ വേയിലാണ്. പണ്ടുള്ള ആളുകൾ എങ്ങനെയായിരുന്നു താമസിച്ചിരുന്നത് ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും അവർ ഫോളോ അപ്പ് ചെയ്യുന്നത്. Then paddy, maize, coconut and rubber are the main crops. അവിടുത്തെ പ്രധാനപ്പെട്ട ക്രോപ്സ് കൃഷിവിളകൾ എന്ന് പറയുന്നത് പാഡി, okay, then maize ചോളം, then coconut and rubber. Barren Island, the only active volcano in South Asia is located here. അല്ലേ, അതായത് ദക്ഷിണ ഇന്ത്യയിലെ ഏക സജീവമായിട്ട് ഇപ്പോഴുമുള്ള എന്താണ് വോൾക്കാനോ. വോൾക്കാനോ മീൻസ് അഗ്നിപർവ്വതം അല്ലെ, അഗ്നിപർവ്വതം ലാവ അല്ലെ, അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ലാവയൊക്കെ വരുന്നതിന് പറഞ്ഞ. അപ്പോൾ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്നിപർവ്വതമാണ് ഏത് വോൾക്കാനോ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ബാരൻ ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. The cellular jail in Port Blair is very famous. കണ്ടോ അവിടെ പിക്ചർ കാണിക്കുന്നുണ്ട്. സെല്ലുലാർ ജയിലാണ് കേട്ടോ, ജയിലാണത്. കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ തടവിൽ പാർപ്പിക്കില്ലേ, ജയിൽ. അപ്പോൾ ആ ജയിലാണ് സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ പോർട്ട് ബ്ലെയർ, അതായത് നമ്മുടെ ഈ അവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയാണ് പോർട്ട് ബ്ലെയർ. ഈ പോർട്ട് ബ്ലെയറിലാണ് ഈ പറയുന്ന സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് were present in this jail. അല്ലേ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അല്ലേ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പോരാടിയ, നമ്മൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ എന്താണ് ഈ ജയിലിൽ അടച്ച് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ട്. Then it is now a national മോണമെന്റ് അല്ലെ. ഇപ്പോൾ ഇതെന്താണ്? ഒരു ദേശീയ സ്മാരകമാണ് അല്ലെ. പണ്ടുള്ള ആളുകളെ ഒക്കെ സ്മാരകമില്ലേ, അതായത് പണ്ടുള്ള ആളുകൾക്ക് വേണ്ടി ഇപ്പോഴും നമ്മൾ അതുപോലെ സൂക്ഷിക്കൊക്കെ വെച്ചിട്ടുള്ള സ്മാരകം. അപ്പോൾ അതെന്താണ്? ഒരു നാഷണൽ മോണമെന്റ്, ഒരു ദേശീയ സ്മാരകമായിട്ടാണ് ഇപ്പോൾ ഈ സെല്ലുലാർ ജയിൽ അവിടെ ഉള്ളത്. അപ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ് പറഞ്ഞത്. The Andaman and Nicobar Islands are situated in the Bay of Bengal. ബംഗാൾ ഉൾക്കടലിലാണ്. ഉൾക്കടലിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. പോർട്ട് ബ്ലെയർ is the capital city of the state. നമ്മുടെ അവിടുത്തെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ ആണ്. Most of the islands are covered with thick forest. ഈ ഐലൻഡ് ഈ ഒരു ദ്വീപിന്റെ ചുറ്റും എന്താണ്? വലിയ വനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. People of these islands live in their old traditional way. അവിടുത്തെ ആളുകൾ താമസിക്കുന്നത് ഇപ്പോൾ എന്താണ്? പണ്ട് അവിടെയുള്ള ആളുകൾ എങ്ങനെയൊക്കെയാണോ താമസിച്ച്, എങ്ങനെയൊക്കെയാണോ അവരുടെ ആചാരങ്ങളൊക്കെ എങ്ങനെയാണോ അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇപ്പോഴും അവർ ഫോളോ ചെയ്യുന്നത്. Then people of these islands lives in their old traditional way. Paddy, maize, coconut and rubber are the main crops. പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ എന്ന് പറയുന്നത് പാഡി, മൈസ് മീൻസ് ചോളം കേട്ടോ, ചോളം, പിന്നെ അതുപോലെ കോക്കനട്ട് ആൻഡ് റബ്ബർ. Then Barren Island എന്ന് പറയുന്നത് എന്താണ്? The only active volcano in South Asia is located here. അല്ലേ, ദക്ഷിണേന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ഈ ബാരൻ ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. Then the cellular jail in Port Blair is very famous. അതുപോലെ പോർട്ട് ബ്ലെയറിലുള്ള ഒരു ജയിലാണ് ഇത്. സെല്ലുലാർ ജയിൽ വളരെ ഫേമസ് ആണ്. Our freedom fighters were imprisoned in this jail. അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഈ ജയിലിൽ എന്ത് ചെയ്യുന്നുണ്ട്? പണ്ട് ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ അവരെ കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് നൗ എ നാഷണൽ മോണമെന്റ്. ഇപ്പോൾ അത് ദേശീയ സ്മാരകമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നത് പോർട്ട് ബ്ലെയർ ഇസ് ദ നാഷണൽ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദി സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ അടയാളപ്പെട്ടല്ലേ. പിന്നെ അത് തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് കണ്ടോ, Barren Island is the only active volcano in South Asia is located here. ആ സെന്റൻസ് മാർക്ക് ചെയ്യുക. Then അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ the cellular jail is in Port Blair is very famous. അല്ലേ, സെല്ലുലാർ ജയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ പോർട്ട് ബ്ലെയറിലാണെന്ന് പറയണം. ഓക്കെ, അത്ര അണ്ടർലൈൻ ചെയ്തോ. ലാസ്റ്റ് ഇനി പറയുന്നത് ലക്ഷദ്വീപ് ഐലൻഡ് ആണ്. ഓക്കെ, ലക്ഷദ്വീപ് ഈസ് ക്ലോസ് ടു ദ മലബാർ കോസ്റ്റ് ഓഫ് ഇന്ത്യ ഇൻ ദ അറേബ്യൻ സീ. അല്ലെ, അറബിക്കടലിൽ ഇന്ത്യയുടെ മലബാർ തീരത്തോട് വളരെ അടുത്തുള്ള ഒരു ഐലൻഡ്, ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. നമ്മൾ കേരളം പഠിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, കേരള ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ എക്സ്ട്രീം സൗത്ത് ഓഫ് ദ മലബാർ കോസ്റ്റ്. അല്ലെ, മലബാർ തീരത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണെന്ന് പറഞ്ഞു. ഇവിടെ ലക്ഷദ്വീപ് ഐലൻഡിന്റെ കാര്യം പറഞ്ഞത് ലക്ഷദ്വീപ് ഈസ് ക്ലോസ് ടു ദ മലബാർ കോസ്റ്റ്
ഓഫ് ഇന്ത്യ ഇൻ ദ അറേബ്യൻ സീ. അറബിക്കടലിൽ ഇന്ത്യയുടെ മലബാർ തീരത്തോട് വളരെ അടുത്തായിട്ടാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. Then it is the smallest union territory of India. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് എന്ത് ലക്ഷദ്വീപ്. നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് ലക്ഷദ്വീപ്. കവരത്തി ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. ഇവിടുത്തെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് കവരത്തിയാണ്. സോ അണ്ടർലൈൻ ചെയ്യുക ആ ഒരു സെന്റൻസ്. കവരത്തി, KAVARATTI. കവരത്തി ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. ഫിഷിംഗ് ഈസ് ദ മെയിൻ ഓക്കുപേഷൻ ഓഫ് ദ പീപ്പിൾ. അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് വെച്ചാൽ ഫിഷിംഗ്, മീൻ പിടുത്തമാണ്. കോക്കനട്ട് ഈസ് ദ മെയിൻ ക്രോപ്പ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് കോക്കനട്ട്, തേങ്ങ. Then most of the people speak in മലയാളം. നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളം സംസാരിക്കുന്നത് പോലെ തന്നെയാണ് അവിടെ ലക്ഷദ്വീപ് ഐലൻഡിലും ആളുകൾ കൂടുതലും സംസാരിക്കുന്ന അവരുടെ ഭാഷ, ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളം തന്നെയാണ്. The beautiful beaches and an aquarium cum museum at Kavaratti are famous tourist resort. ഒരുപാട് ബീച്ചസ്, വളരെയധികം ഭംഗിയുള്ള കടൽ തീരങ്ങളും അതുപോലെ അക്വേറിയം കം മ്യൂസിയം. അത് എവിടെയാണ്? കവരത്തിയിലാണ്. നമ്മുടെ ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് കവരത്തി എന്ന് പറഞ്ഞ കവരത്തിയിലാണ് ഈ ഒരു വലിയ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അക്വേറിയം കം മ്യൂസിയം, മീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള മ്യൂസിയം ആണ് കേട്ടോ. ഇത് വളരെയധികം ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ്. ഫേമസ് ടൂറിസ്റ്റ് റിസോർട്ടാണ്, ഫേമസ് റിസോർട്ടാണ് എന്താ അക്വേറിയം കം മ്യൂസിയം എന്ന് പറയുന്നത്. കവരത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ലക്ഷദ്വീപ് ഐലൻഡ് ആണ് പറഞ്ഞത്. ലക്ഷദ്വീപ് ഈസ് ക്ലോസ് ടു ദ മലബാർ കോസ്റ്റ് ഓഫ് ഇന്ത്യ ഇൻ ദ അറേബ്യൻ സീ. അറബിക്കടലിൽ ഇന്ത്യയുടെ മലബാർ തീരത്തോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ലക്ഷദ്വീപ്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. കവരത്തി ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. ഇവിടുത്തെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് കവരത്തിയാണ്. ഫിഷിംഗ് ഈസ് ദ മെയിൻ ഓക്കുപേഷൻ ഓഫ് ദ പീപ്പിൾ. അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. കോക്കനട്ട് ഈസ് ദ മെയിൻ ക്രോപ്പ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് കോക്കനട്ട് ആണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് സ്പീക്ക് ഇൻ മലയാളം. അവിടുത്തെ ആളുകൾ കൂടുതലും സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. The beautiful beaches and an aquarium cum museum at Kavaratti are famous tourist resort. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഫേമസ് ടൂറിസ്റ്റ് റിസോർട്ടാണ് അക്വേറിയം കം മ്യൂസിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് തമിഴ്നാടു, പുതുശ്ശേരി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ദെൻ ലക്ഷദ്വീപ് ഐലൻഡ്സ്. ഇത് 4 പഠിച്ചോ. 4 വളരെ എളുപ്പമാണ്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കാരണം നമ്മുടെ ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അതോട് റിലേറ്റ് ചെയ്തിട്ട് എക്സസൈസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ ഒന്ന് എടുത്തേ, എല്ലാവരും എക്സസൈസ് ഒന്ന് എടുത്തേ. അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻ ആണല്ലേ. എല്ലാ ചാപ്റ്ററും നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ 3 എണ്ണം അവിടെ ഉണ്ട്. ആ 3 എണ്ണത്തിൻ്റെ പേര് ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് നോക്കിയേ. അപ്പോൾ ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ നോട്ട്ബുക്ക് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ചാപ്റ്ററിൻ്റെ പേര് ഓൾറെഡി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് തരാനൊന്നുമില്ല. നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും ഇല്ല അവിടെ. പിന്നെ ഇനി ഉള്ളത് ബാക്കി എക്സസൈസ് ഡിഫൈനും ഒക്കെയാണ് അല്ലേ. അപ്പം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതിയിട്ട് തൊട്ട് താഴെയായിട്ട് ഡിഫൈനിൻ്റെ ഹെഡിങ് എഴുതുക. എന്നിട്ട് ടീച്ചർ ഇപ്പോൾ നോട്ട്സ് കാണിക്കുന്നത് അവിടെ എഴുതിയെടുക്കുക കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ഡിഫൈൻ അത് കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഈസ് എ ലാൻഡ് നിയർ ദ സീ. കണ്ടോ, സീയുടെ അടുത്തുള്ള കുറച്ച് പ്രദേശത്താണ് എന്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പറയുന്നത് ട്രൈബ്. എന്താണ് ട്രൈബ്? നോക്കി, ട്രൈബ് എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റഡ് ഫാമിലീസ്, ഒരു കുടുംബത്തിലെ കുറച്ച് ആളുകൾ. അതായത് അവർ ടൗണിലും സിറ്റീസിലും ഒന്നും അല്ല താമസിക്കുന്നത്. പക്ഷെ അവരുടെ പണ്ട് മുതലുള്ള കൾച്ചർ, അവരുടെ ഒരു രീതി വെച്ചിട്ട് അവരിപ്പോഴും ജീവിക്കുന്നതിനെയാണ് ട്രൈബ് എന്ന് പറയുന്നത്. അടുത്തത് സീ സാങ്ച്വറി അല്ലേ. സാങ്ച്വറി എന്ന് പറയുന്നത് വന്യജീവികളെയോ വന്യജീവി അതുപോലെ തന്നെ പക്ഷികളെയൊക്കെ സംരക്ഷിക്കുകയും അവർക്ക് കൂടുതൽ പ്രജനനം നടത്താനായിട്ട് ഉള്ള ഒരു സ്ഥലം, അതാണ് സാങ്ച്വറി എന്ന് പറയുന്നത്. 3 എണ്ണമാണ് നമ്മൾ ഡിഫൈൻ പറഞ്ഞത്: കോസ്റ്റ്, ട്രൈബ് ആൻഡ് സാങ്ച്വറി. ഓക്കെ, എഴുതിയെടുത്തല്ലോ എല്ലാവരും. നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോക്കുക. അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ സ്യൂട്ടബിൾ വേർഡ് ഗിവൻ ബിലോ അല്ലേ. അവിടെ നിങ്ങൾക്ക് 5 ഫില്ലപ്പ് ആണ് തന്നിട്ടുള്ളത്. ആൻസറുടെ ബോക്സിൽ മുകളിലുണ്ട്. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്ത് എഴുതുക. ഫസ്റ്റ്, ദ ഡയമണ്ട് കട്ടിംഗ് ഇൻഡസ്ട്രി ഈസ് ഫേമസ്
famous in dash അല്ലേ? എവിടെയാണ് ഈ ഡയമണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്? പല ഷേപ്പിലൊക്കെ ഡയമണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് പറയുന്നത്? എവിടെയായിരുന്നു? ആൻസർ മൂന്നാമത്തെ ഓപ്ഷൻ ഗുജറാത്ത്. ഗുജറാത്ത്. GUJARAT ഗുജറാത്ത്. നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. The diamond cutting industry is famous in dash. Answer Gujarat. Gujarat. Second question. Dash is famous for Alfonso mango. അല്ലേ? അൽഫോൺസോ മാംഗോയ്ക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ളത് എവിടെയാണെന്ന് പഠിച്ചു നമ്മൾ? മഹാരാഷ്ട്രയിലാണെന്ന് നമ്മൾ പഠിച്ചു. മഹാരാഷ്ട്രയിൽ എവിടെയായിരുന്നു എന്ന് കൂടെ പഠിച്ചു. എവിടെയായിരുന്നു? ആൻസർ നാലാമത്തെ ഓപ്ഷൻ രത്നഗിരി. രത്നഗിരി എന്ന് പറയുന്നത് അൽഫോൺസോ മാംഗോയ്ക്കും അതുപോലെ തന്നെ നാഗ്പൂർ എന്ന് പറയുന്നത് ഓറഞ്ചിനും വളരെ പ്രസിദ്ധമാണെന്ന് പറഞ്ഞു അല്ലേ? ആൻസർ രത്നഗിരി. മൂന്നാമത്തേത് അമൂൽ ഈസ് എ ഫേമസ് ഡാഷ് പ്രോഡക്റ്റ്. അമൂൽ എന്ന് പറയുന്നത് എന്ത് പ്രോഡക്റ്റ് ആണ്? ഇറ്റ്സ് എ മിൽക്ക് അല്ലെ, പാലിന്റെ ആണ്. നമ്മൾ മറ്റൊരു പേര് പറഞ്ഞു ഇറ്റ്സ് എ ഡയറി പ്രോഡക്റ്റ് അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ DAIRY ഡയറി പ്രോഡക്റ്റ്. എഴുതിയോ? Then fourth question. A large number of people of Kerala are engaged in dash industry. നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ കൂടുതലും റിലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ജോലി നമ്മൾ പറഞ്ഞിട്ടാണ് കയർ വ്യവസായം അല്ലേ? അതായത് ആൻസർ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ കോയർ ഇൻഡസ്ട്രി. COIR കോയർ ഇൻഡസ്ട്രി. കയർ വ്യവസായം അല്ലേ? കയർ ഉണ്ടാക്കുന്നത്, ചകിരിയിൽ നിന്നൊക്കെ കയർ ഉണ്ടാക്കുന്നത് അല്ലേ? The last question. Barren dash is located in the Andaman and Nicobar Islands. അല്ലേ? ബാരൻ എവിടെയാണ്? ബാരൻ ഐലൻഡ്. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഓർമ്മയുണ്ടോ? ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണ്? വോൾക്കാനോ ആണെന്ന് പറഞ്ഞല്ലേ? ദക്ഷിണേന്ത്യയിൽ ഇപ്പോഴും സജീവമായിട്ടുള്ളൊരു അഗ്നിപർവ്വതം, അത് ബാരൻ ഐലൻഡിലാണ് അല്ലെ? ഈ ബാരൻ ഐലൻഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഓക്കെ, 5 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the diamond cutting industry is famous in Gujarat. Second answer, Ratnagiri is famous for Alfonso mangoes. Third, Amul is a famous dairy product. Fourth, a large number of people of Kerala are engaged in answer coir industry. Then Barren Island is located in the Andaman and Nicobar Islands. Okay, answer എല്ലാം ചെയ്തോ? ചെയ്തെങ്കിൽ അടുത്തത് നെക്സ്റ്റ് റൈറ്റ് സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് അല്ലേ? അവിടെ 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 5 സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാം. ഫസ്റ്റ്, ഗാന്ധിനഗർ ഈസ് ദ ലാർജസ്റ്റ് സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ വലിയ ഒരു നഗരമായിരുന്നോ ഈ ഗാന്ധിനഗർ? അല്ല, ഗാന്ധിനഗർ എന്ന് പറഞ്ഞാൽ എവിടത്തെയാണ്? ഗാന്ധിനഗർ ഈസ് ദ ലാർജസ്റ്റ് സിറ്റി ഓഫ് ഗുജറാത്ത് അല്ലെ? ഗുജറാത്തിലെ വലിയ നഗരമാണ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. സോ ആൻസർ ഈസ് ഫാൾസ്. Second question, large deposits of petroleum has been found in the seabed near Mumbai. അത് നമ്മൾ പഠിച്ച ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു. മുംബൈക്ക് സമീപത്താണ് കടൽ തീരത്ത് വൻതോതിൽ പെട്രോളിയം നിക്ഷേപിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? സോ അവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് ആൻസർ അല്ലേ? മുംബൈയുടെ അടുത്തുള്ള കടൽ തീരം തന്നെയാണ് ആൻസർ. ശരിയാണ്. സോ ട്രൂ. ഇൻഡസ്ട്രി ഇൻ ഗോവ. ഗോവയിലെ പ്രധാനപ്പെട്ട എന്താണ് ഇൻഡസ്ട്രീസ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ അവിടെ പഠിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നോക്കിയേ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്സ് ആർ ഫാമേഴ്സ് ആൻഡ് ഫിഷർമാൻ നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു മൈനിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രി ഓഫ് ദ സ്റ്റേറ്റ് അല്ലേ? അതായത് മൈനിങ്ങിന് പറഞ്ഞ എന്താണ്? ഖനനം ചെയ്തെടുക്കുക, മണ്ണിനടിയിൽ ഖനനം ചെയ്തെടുക്കുക. നമ്മൾ പറഞ്ഞു ഗോവ ഈസ് റിച്ച് ഇൻ അയൺ ഓർ അല്ലെ? ഒരുപാട് ഇരുമ്പയിര് ഉള്ള നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഗോവ. സോ മൈനിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രി ഓഫ് ദി സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ ഖനനമാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി, ഒരു വ്യവസായം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഫാമിംഗ് ആണെന്നാണ്. തെറ്റല്ലേ? ഫാമിംഗ് അല്ല. ആൻസർ എന്താണ്? മൈനിങ് ആണ് അല്ലേ? MINING മൈനിങ് ആണ്. ഇവിടെ പറഞ്ഞിട്ട് ഫാമിംഗ് ആണ്. തെറ്റാണ്. സോ ആൻസർ ഈസ് ഫാൾസ്.
false. Then fourth, the Marina Beach is famous beach in Kerala. ശരിയാണോ? നമ്മൾ ഇന്ന് പഠിച്ചല്ലോ തമിഴ്നാടുവിൽ ഉള്ള ഒരു ബീച്ചാണ്, തമിഴ്നാടുവിലാണെന്ന് പറഞ്ഞു. ദ മറീന ബീച്ച് ഇൻ ചെന്നൈ അല്ലെ, തമിഴ്നാടു ചെന്നൈയിലാണ് എന്ത് മറീന ബീച്ച്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ബീച്ച് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കേരളത്തിന്റെ കാര്യം പഠിച്ചു. എന്താണ്? കോവളം ബീച്ച് ഈസ് ഫേമസ് ഓൺ എന്ത് കേരള അല്ലെ, നമ്മുടെ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് എന്ത് കോവളം ബീച്ച്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മറീന ബീച്ച് ഈസ് ഫേമസ് ബീച്ച് ഇൻ കേരള. തെറ്റല്ലേ? തെറ്റാണ്. ആൻസർ ഈസ് ഫാൾസ്. ഫാൾസ്. ലാസ്റ്റ്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ കേരള സ്പീക്ക് തമിഴ്. കേരളത്തിലുള്ള ആളുകൾ കൂടുതലും സംസാരിക്കുന്ന ഭാഷ തമിഴാണെന്ന്. ശരിയാണോ? അല്ല, നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ കൂടുതലും സംസാരിക്കുന്ന മലയാളം ലാംഗ്വേജ് ആണ് അല്ലേ. സോ ആൻസർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് ആൻസർ ഫാൾസ്. ഫാൾസ്. ഓക്കെ, അഞ്ചെണ്ണം എഴുതിയല്ലോ. അപ്പൊ അത് അഞ്ചെണ്ണം കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Gandhinagar is the largest city of Andhra Pradesh. Answer false. Second, large deposits of petroleum have been found in the seabed near Mumbai. Answer true. Third, farming is an important industry in Goa. Answer false. Then fourth, the Marina Beach is a famous beach in Kerala. Answer false. Fifth, most people of Kerala speak Tamil. Answer false. Okay. The next multiple choice questions are. First question, which of the following is not covered by the coastal regions? Which of the following is not covered by the coastal regions? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആദ്യം എടുക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് the two coastal plains cover from some parts of Gujarat, Maharashtra, Goa, Karnataka, Kerala, Odisha എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് ടീച്ചർ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വിളിക്കുമ്പോൾ അതിൻ്റെ ആൻസർ പറഞ്ഞു തരാം കേട്ടോ. അതായത് നിങ്ങൾ ടീച്ചർ ഫോൺ റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു തരാം. അതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ടീച്ചറിനുണ്ട്. അപ്പം ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, the Sabarmati Ashramam is related to dash. സബർമതി ആശ്രമം, ഗുജറാത്തിലെ സബർമതി ആശ്രമം ആരുടെ ആശ്രമം എന്നാണ് പറഞ്ഞത്? ഏത് വ്യക്തിയുടെ ആയിരുന്നു? ആൻസർ ഫസ്റ്റ് മഹാത്മാ ഗാന്ധി. ആൻസർ ഫസ്റ്റ് മഹാത്മാ ഗാന്ധി. ടിക്കയിലോ ഒന്നാമത്തെ ഓപ്ഷൻ. തേർഡ്, ഫോർട്ട് അഗ്വാഡ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ്. ഫോർട്ട് അഗ്വാഡ എവിടെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. എവിടെയാണെന്ന് അറിയാമോ? എവിടെയാണ്? ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ഗോവ. സെക്കൻഡ് ഓപ്ഷൻ ഗോവ. ഫോർത്ത്, തിരുവനന്തപുരം ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഡാഷ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് ഏതിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടാണ് നമ്മൾ പഠിച്ചത്? ഏത് സ്റ്റേറ്റിലായിരുന്നു? കേരള. നമ്മുടെ കേരളത്തിലെ തലസ്ഥാന നഗരമാണ് ഇത് തിരുവനന്തപുരം അല്ലെ. തിരുവനന്തപുരം ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബാക്കി സെക്കൻഡും തേർഡും ഫോർത്തും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ സബർമതി ആശ്രമം ഈസ് റിലേറ്റഡ് ടു മഹാത്മാ ഗാന്ധി. ഫോർത്ത്, ഫോർട്ട് അഗ്വാഡ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഗോവ. Then fourth question, തിരുവനന്തപുരം ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള. ഓക്കെ, അപ്പോൾ അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീച്ചർ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ശകലം ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് അത് ടീച്ചർ വിട്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ മാറ്റി നിങ്ങൾക്ക് അത് ടീച്ചർ റിവ്യൂ ചെയ്യുന്ന ദിവസം റിവ്യൂ കോളിൽ നിന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ ഓക്കെ ദെൻ അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫുൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിഫൈൻ, ദെൻ ഫില്ലപ്പ്, ദെൻ റൈറ്റ് ട്രൂ ഓർ ഫാൾസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പം അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ടീച്ചർ ഈ വീഡിയോടൊപ്പം തരുന്നുണ്ട്. നിങ്ങളത് നോക്കി ഒന്നും കൂടെ അങ്ങ് എഴുതുക കേട്ടോ. 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യനകത്ത് ടൈപ്പ് ചെയ്തപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുണ്ട് അത് ടീച്ചറിൻ്റെ അത് കൂടെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി 4ന്റെ ബാക്കിൽ 5 ആയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ നിങ്ങൾ എഴുതിയെടുത്ത് പഠിച്ചു തരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ടീച്ചർ അണ്ടർലൈൻ ചെയ്ത് കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ പോയിന്റ്സ് ഒക്കെ കുറച്ച് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക.
അത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ്, അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നന്നായിട്ട് നോട്ട് ഔട്ട് ചെയ്ത് വെച്ച് എൻ്റെ പഠിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തെങ്കിലും സംശയമെങ്കിൽ ചോദിക്കുക. നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എഴുതി പഠിക്കുക കേട്ടോ. നന്നായിട്ട് എഴുതി പഠിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തരുത്. അതുപോലെ തന്നെ കർസീവ് ലെറ്ററിൽ എഴുതുക. അതുപോലെ നല്ല രീതിയിൽ ഹാൻഡ് റൈറ്റിംഗ് നല്ല നീറ്റ് ആക്കി എടുക്കുക. പറഞ്ഞിട്ടുണ്ടല്ലോ, അതെപ്പോഴും പറയുക. നെക്സ്റ്റ് ഇയർ എക്സാമിന് നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് മോശമാണെന്നുണ്ടെങ്കിൽ മാർക്ക് തിരിച്ചു കുറയ്ക്കും. അതുകൊണ്ടാണ് എന്നും ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ ഓക്കെ, then thank you. Deep in the shadows, I know it's hard to put one foot in front of the other. So far in. Good morning, dear students. Good morning. How are you? Are you fine? Okay. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഇനി നമുക്ക് കുറച്ച് പഠിച്ചാലോ? എല്ലാം റെഡി അല്ലേ? എല്ലാവരും ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ? ഓക്കെ. ഇനി നമുക്ക് കുറച്ച് കമ്പ്യൂട്ടർ സ്റ്റഡി ചെയ്യാം. എല്ലാം റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഏതായിരുന്നു? ചാപ്റ്റർ 7 വർക്കിംഗ് വിത്ത് കാൽക്കുലേറ്റർ അല്ലേ? കാൽക്കുലേറ്റർ ആയിട്ടുള്ള വർക്കിംഗ്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് കാൽക്കുലേറ്റർ എന്ന് പഠിച്ചായിരുന്നു അല്ലേ? വാട്ട് ഈസ് കാൽക്കുലേറ്റർ? എന്തായിരുന്നു കാൽക്കുലേറ്റർ? നിങ്ങൾ ആൻസർ പറഞ്ഞ ടീച്ചറിന് നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ടീച്ചറിന് പറഞ്ഞു തന്നെ. വാട്ട് ഈസ് എ കാൽക്കുലേറ്റർ? Calculator is electronic software which is capable of performing mathematical calculations such as addition, multiplication, subtraction or division. ഇപ്പൊ എന്താ കാൽക്കുലേറ്റർ? കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ ആണ്. എന്താണ്? പെർഫോമിംഗ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഇല്ലേ? മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ കാൽക്കുലേറ്റർ. എന്തൊക്കെയാണ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്? ഏതൊക്കെയാണ്? അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ വേസ് ടു ഓപ്പൺ എ ബേസിക് കാൽക്കുലേറ്റർ ഇല്ലേ? നമ്മൾ പഠിച്ചു. കാൽക്കുലേറ്റർ, ബേസിക് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാനുള്ള 4 വഴികൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഏതൊക്കെ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാം? വേ ഫസ്റ്റ് ഓപ്പൺ വയ സ്റ്റാർട്ട് ബട്ടൺ, വേ 2 ഓപ്പൺ വയ റൺ, വേ 3 ഏതായിരുന്നു? വേ 3 ഓപ്പൺ വയ കമാൻഡ് പ്രോംപ്റ്റ്, വേ 4 ഓപ്പൺ ഇറ്റ് ഫ്രം സ്റ്റാർട്ട് ബട്ടൺ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? നിങ്ങൾ പറഞ്ഞായിരുന്നു ടീച്ചറിന്റെ ബേസിക് കീസ് ആൻഡ് ദെയർ ഫങ്ഷൻസ് അല്ലേ? ബേസിക് കീയും അതിന്റെ ഫങ്ഷൻസും പ്രവർത്തനങ്ങളും നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ബേസിക് കീ? പറഞ്ഞേ, മറന്നുപോയോ നോക്കട്ടെ. ഏതൊക്കെയായിരുന്നു ബേസിക് കീ? നമ്പർ പാഡ്, ഓപ്പറേറ്റർ കീസ്, സയന്റിഫിക് കാൽക്കുലേറ്റർ മോഡ്, പിന്നെ ഏതാണ്? പ്രോഗ്രാമർ കാൽക്കുലേറ്റർ മോഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേറ്റർ മോഡ്, പിന്നെ ഏതുണ്ടായിരുന്നു? മെമ്മറി കീസ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. മെമ്മറി കീസ് ഏതൊക്കെയായിരുന്നു? MC, MR, MS, M+, M-. ഓക്കെ അല്ലേ? MC എന്ന് വെച്ചാൽ മെമ്മറി ക്ലിയർ, MR എന്ന് വെച്ചാൽ മെമ്മറി റീകാൾ ഓർ മെമ്മറി റിട്രൈവ്, MS എന്ന് വെച്ചാൽ മെമ്മറി സ്റ്റോർ, M+ എന്ന് വെച്ചാൽ ആഡ് വിത്ത് ദ നമ്പർ ഇൻ ദ മെമ്മറി, M- സബ്ട്രാക്ട് വിത്ത് ദ നമ്പർ ഇൻ ദ മെമ്മറി. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ. ഇതെല്ലാവർക്കും ഓർമ്മയില്ലേ? ഇനി നമുക്കിന്ന് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. നോക്കിക്കേ, ഏതാണ്? കീസ് യൂസ്ഡ് ഫോർ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീ, കാൽക്കുലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. Following are the main keys used for mathematical functions. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കീസ് ആണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കീ ഏതാണ് നോക്കിക്കേ, കണ്ടോ? ഇങ്ങനെ കാണിച്ചേക്കുന്നുണ്ടോ? എന്താണത്? ഡിവിഷൻ കീ. ഏത് കീ ആണിത്? ഡിവിഷൻ കീ. ഇതിന്റെ ഉപയോഗം എന്താണ്? യൂസ്ഡ് ഫോർ ഡിവൈഡിംഗ് ദ നമ്പേഴ്സ് ആൻഡ് ഫോർ കൺവേർട്ടിംഗ് ഫ്രാക്ഷൻസ് ടു ഡെസിമൽസ്. അപ്പൊ എന്താണ്? നമ്മൾ എന്തിനാണ് ഈ ഡിവിഷൻ കീ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ ഡിവൈഡിംഗ് അല്ലേ? നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാനും അതുപോലെ ഫോർ കൺവേർട്ടിംഗ് ഫ്രാക്ഷൻസിനെ ഡെസിമലിലോട്ട് മാറ്റാനുമാണ് ഈ ഡിവിഷൻ കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ കീ ഏതാണ്? ഡിവിഷൻ കീ അല്ലേ? ഡിവിഷൻ കീയുടെ സിമ്പിൾ ആണ് ഇത്. ഈ ഒരു രീതിയിലാക്കി കാൽക്കുലേറ്ററിൽ കീ കാണുന്നത് അല്ലേ?
ഇങ്ങനെ ഈ ഒരു സൈഡ് ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? അത് ഡിവിഷൻ കീ ആണ്. ഡിവിഷൻ കീ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? യൂസ്ഡ് ഫോർ ഡിവൈഡിങ് ദ നമ്പേഴ്സ്, നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാനും ആൻഡ് ഫോർ കൺവേർട്ടിംഗ് ഫ്രാക്ഷൻസ് ടു ഡെസിമൽസ്, ഫ്രാക്ഷൻസിനെ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഡിവിഷൻ കീ യൂസ് ചെയ്യുന്നത്. നമുക്കൊക്കെ മനസ്സിലായോ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കീ ഏതാ? മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് വേണ്ടി നമ്മൾ കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് കീ ആണ് ഡിവിഷൻ കീ. ക്ലിയർ ആയില്ലേ? അടുത്ത കീ നോക്കിക്കേ. ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ കീ. ഏതാണ് കീ? മൾട്ടിപ്ലിക്കേഷൻ കീ. മൾട്ടിപ്ലിക്കേഷൻ കീ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ മൾട്ടിപ്ലൈയിങ് ദ നമ്പേഴ്സ്, നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യല്ലേ, നമ്പേഴ്സിനെ ഗുണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലിക്കേഷൻ കീ യൂസ് ചെയ്യുന്നു. അപ്പം രണ്ടാമത് നമ്മൾ പഠിച്ച കീ ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ കീ. തേർഡ് വൺ നോക്കിക്കേ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാണ് സബ്ട്രാക്ഷൻ കീ അല്ലേ? നമുക്കറിയാം സബ്ട്രാക്ഷൻ കീ എന്തിനാണ്? യൂസ്ഡ് ഫോർ സബ്ട്രാക്ടിങ് ദ നമ്പേഴ്സ്, നമ്പേഴ്സിനെ തമ്മിൽ കുറയ്ക്കാൻ അല്ലേ, ഡിഫറൻസ് ആണ് നമ്മൾ ഈ ഒരു മൈനസ് കീ ഏതൊക്കെയാണ്? സബ്ട്രാക്ഷൻ കീ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കീ നോക്കിക്കേ. ഇത് ഏതായിരിക്കും? നിങ്ങൾ ടീച്ചറിന് പറഞ്ഞത് ഏത് കീയാ? അഡീഷൻ കീ അല്ലേ? നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി, നമ്പേഴ്സിനെ തമ്മിൽ കൂട്ടാൻ വേണ്ടി, ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീ ആണ് അഡീഷൻ കീ എന്ന് പറയുന്നത്. അഡീഷൻ കീ എന്തിനു യൂസ് ചെയ്യുന്നു? യൂസ്ഡ് ഫോർ ആഡിങ് ദ നമ്പേഴ്സ്, നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷൻ കീ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അടുത്ത ഫിഫ്ത്ത് വൺ നോക്കിക്കേ. ഏത് കീ ആണ്? നമുക്കറിയാം, നമ്മൾ സം എന്നൊക്കെ പറയും അല്ലേ? സമം, ഈക്വൽ കീ. ഏതാണ്? ഈക്വൽ കീ. യൂസ്ഡ് ടു റിട്രൈവ് ദ ആൻസർ. നമ്മൾ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഇല്ലേ, നമ്മൾ ആൻസർ എന്ന് എഴുതിയിട്ടാണ് ഈ ഒരു സമം അല്ലെങ്കിൽ ഈക്വൽ സൈൻ ഇട്ടിട്ടാണ് നമ്മൾ ആൻസർ എഴുതുന്നത് അല്ലേ? അപ്പൊ എന്തിനാണ് വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ടു റിട്രൈവ് ദ ആൻസർ. അടുത്ത നെക്സ്റ്റ് നോക്കിക്കേ. ഇതെന്തുവാ കാണിക്കുന്നത്? പീരീഡ് ഓർ ഡെസിമൽ. എന്താണ് കാണിക്കുന്നത്? പീരീഡ് ഓർ ഡെസിമൽ. എന്താണ്? യൂസ്ഡ് ടു പ്ലേസ് എ ഡെസിമൽ പോയിന്റ്. ഒരു ഡെസിമൽ പോയിന്റ് പ്ലേസ് ചെയ്യാനാണ് നമ്മൾ ഈ കീ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഡെസിമൽ പോയിന്റ് പ്ലേസ് ചെയ്യാനാണ് നമ്മൾ ഈ കീ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പീരീഡ് ഓർ ഡെസിമൽ. അടുത്ത കീ നോക്കിക്കേ. ഇല്ലേ, എന്താണ്? പ്ലസ് സ്ലാഷ് മൈനസ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ചേഞ്ച് എ പോസിറ്റീവ് നമ്പർ ടു നെഗറ്റീവ് ഓർ നെഗറ്റീവ് ടു പോസിറ്റീവ് ഓർ കീ ഇൻ എ നെഗറ്റീവ് നമ്പർ ഓർ എക്സ്പോണന്റ്. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഒരു കീ യൂസ് ചെയ്യുന്നത്? എന്തിനാണ്? നമ്മുടെ കാൽക്കുലേറ്റർ ഈ ഒരു കീ നമുക്ക് കാണാൻ പറ്റില്ലേ? അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒന്നുകിൽ ഒരു പോസിറ്റീവ് നമ്പറിൽ നിന്നാണ് നെഗറ്റീവിലോട്ട് മാറ്റാൻ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പറിനെ പോസിറ്റീവിലോട്ട് മാറ്റാനാണ് നമ്മൾ ഈ ഒരു കീ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ കീ പഠിച്ചു? ഡിവിഷൻ കീ, മൾട്ടിപ്ലിക്കേഷൻ കീ, സബ്ട്രാക്ഷൻ കീ, അഡിഷൻ കീ അല്ലേ, ഈക്വൽ കീ, പീരീഡ് ഓർ ഡെസിമൽ, പിന്നെന്താണ്? പ്ലസ് സ്ലാഷ് മൈനസ് ഇല്ല. അതെന്താണ് യൂസ് ചെയ്യുന്നത്? ഒരു പോസിറ്റീവ് നമ്പറിനെ നെഗറ്റീവ് നമ്പറിലോട്ട് ചേഞ്ച് ചെയ്യാനും അതുപോലെ നെഗറ്റീവ് നമ്പറിനെ പോസിറ്റീവിലോട്ട് മാറ്റാനാണ് നമ്മളൊരു കീ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കാൽക്കുലേറ്ററിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ കീസുകളാണ് ഈ തന്നേക്കുന്നത്. ഏതൊക്കെ കീ ഉണ്ട്? മൾട്ടിപ്ലിക്കേഷൻ കീ, ഡിവിഷൻ കീ, സബ്ട്രാക്ഷൻ കീ, അഡിഷൻ കീ, ഈക്വൽ കീ, പീരീഡ് ഓർ ഡെസിമൽ, പ്ലസ് ഓർ നെഗറ്റീവ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് തന്നെ അറിയാലേ, നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് നോക്കുമ്പോൾ ഈ കീ എല്ലാം അതിനകത്ത് കാണും. ഈ ഒരു രീതിയിലായിരിക്കും തന്നേക്കുന്നത്. നമുക്ക് അടുത്തതിലോട്ട് പോവാം. നോക്കിക്കേ, arithmetic calculations. A calculator is capable for performing the basic mathematical calculations such as addition, multiplication, subtraction and division. നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റർ എന്താണെന്ന് പഠിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ, കാൽക്കുലേറ്റർ എന്താണ്? മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നു. അപ്പൊ എന്താണ് അരിത്മെറ്റിക് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നു? അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റർ ചെയ്യേണ്ടുന്ന രീതി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കിയാലോ? അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ്? അഡീഷൻ ആണ് തന്നേക്കുന്നത് അല്ലേ? രണ്ട് സംഖ്യകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോവുക. നമ്മൾ കാൽക്കുലേറ്ററിൽ ആദ്യം അഡീഷൻ ചെയ്യാൻ പോവുക. നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. To add 18
and 34. നമ്മൾ 18 and 34 എന്ന് പറഞ്ഞത് അതായത് 34 18 കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ കാൽക്കുലേറ്ററിൽ കിടക്കുന്ന 34 3 4 നമ്മൾ ആ രണ്ട് കീസിൽ നിൽക്കുന്നു. എന്നിട്ട് നമ്മൾ അധികം ഇട്ട് കൊടുക്കുന്നു. പ്ലസ് ചിഹ്നം ആഡ് ചെയ്യാൻ പറയുന്നത് നമ്മൾ ഏത് ചിഹ്നമാണ് യൂസ് ചെയ്യുന്നത്? 18 പ്ലസ് ഈ ചിഹ്നമാണ് കാൽക്കുലേറ്ററിൽ കിടക്കുന്ന ഈ ഒരു ചിഹ്നം നമ്മൾ ഈ ഒരു കീ നമ്മൾ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത സംഖ്യ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയായിരിക്കും വരുന്നത്? 52 എന്ന് നമുക്ക് കിട്ടും. നമ്മുടെ ടെക്സ്റ്റിൽ കണ്ടോ അതിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അഡീഷൻ ഓപ്പറേഷൻ യൂസിങ് കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ആദ്യം നമ്മൾ 18 പ്ലസ് 34 എന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നു? 50. ഈ ഒരു രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്ററിൽ അഡീഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? ആദ്യം നമ്മൾ ഏതാണോ നമ്പർ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആഡിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സൈൻ ഇട്ട് കൊടുക്കും അല്ലേ? പ്ലസ് സൈൻ ഇട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് അടുത്ത നമ്പർ ഏതാണോ അത് അടിച്ചു കൊടുക്കുന്നു. നമുക്ക് ആൻസർ അപ്പം കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കാൽക്കുലേറ്ററിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. അടുത്ത നോക്കിക്കേ, സബ്ട്രാക്ഷൻ. എങ്ങനെയാ സബ്ട്രാക്ഷൻ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? ടു സബ്ട്രാക്ട് 80 from 34 press the following keys. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 34ൽ നിന്ന് 80 മൈനസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ 34 എന്ന് അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് സബ്ട്രാക്ഷൻ ആകുമ്പോൾ നമ്മൾ നമ്മുടെ കാൽക്കുലേറ്ററിൽ ഏത് സൈൻ യൂസ് ചെയ്യണം? അല്ലേ, ഈ ഒരു കീ യൂസ് ചെയ്യണം. നമ്മൾ ആ കീയിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് നമ്പർ ഏതാ? 80. നമുക്ക് എന്ത് ചെയ്യുന്നു? അതിന്റെ ആൻസർ കിട്ടുന്നു. കേട്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് നടത്തുന്നത്? സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സാധാ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യുന്നതൊക്കെ തന്നെ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ അതിന് ഓരോ കീ ഉണ്ട്. ആ കീ നമ്മൾ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത് നോക്കിക്കുക, മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ടു ഡിറൈവ് ദ പ്രോഡക്റ്റ് ഓഫ് 4 and 12 press the following keys. അതായത് 4 into 4 into 12 തന്നേക്കുവാണ് മൾട്ടിപ്ലിക്കേഷൻ. 4 into 12 4 ഇല്ലേ? എത്രയാണ്? 12 കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. അപ്പൊ നമ്മുടെ കാൽക്കുലേറ്ററിലുള്ള ഏത് കീയിലായിരിക്കും നമ്മൾ പ്രസ് ചെയ്യുന്നത്? ഈ കീയിലായിരിക്കും അല്ലേ? നമുക്ക് ആൻസർ കിട്ടുന്നു. അടുത്ത നെക്സ്റ്റ് നോക്കിക്കേ, ഡിവിഷൻ. ടു ഡിവൈഡ് 150 by 5 press the following keys. അതായത് 150 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ കാൽക്കുലേറ്ററിൽ ഏത് സൈൻ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് കീ നമ്മൾ യൂസ് ചെയ്യണം? നമ്മൾ നേരത്തെ കുറെ കീസ് പഠിച്ചില്ലേ? അത് ഏത് കീയാണ് നമ്മൾ യൂസ് ചെയ്യണം? ഈ ഒരു കീയിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് നമ്പർ ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മുടെ കാൽക്കുലേറ്ററിൽ അല്ലേ തുടങ്ങിയ അരിത്മെറ്റിക് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നമ്മുടെ കാൽക്കുലേറ്ററിൽ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അതിൽ ഓരോന്നിനും ഓരോ കീസ് ഉണ്ട്. അഡീഷൻ ഈ കീ, സബ്ട്രാക്ഷൻ ഈ കീ, മൾട്ടിപ്ലിക്കേഷൻ ഈ കീ, അതുപോലെ ഡിവിഷൻ ഈ കീ. ആണ് ഓരോ കീ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണോ അതിനനുസരിച്ച് നമ്മൾ ഓരോ കീയും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ആയ നമുക്കൊക്കെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ? ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ കാൽക്കുലേറ്ററിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പഠിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എത്രയാണ് നമ്മുടെ ചാപ്റ്റർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ? ആദ്യം നമ്മൾ കാൽക്കുലേറ്റർ എന്താണെന്ന് പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു പേഴ്സണൽ കമ്പ്യൂട്ടറിലായാലും അല്ലേ ഒരു അല്ലാത്ത കമ്പ്യൂട്ടറിലായാലും നമ്മൾ എന്താണ് അതിൽ കാൽക്കുലേറ്റർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം 4 വഴികൾ നമ്മൾ പഠിച്ചു. കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാനുള്ള 4 ഡിഫറെൻറ്റ് വേ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന ബേസിക് എന്തായിരുന്നു? കീസ്. നമ്മൾ ബേസിക് കീസ് ആൻഡ് ഫങ്ഷൻസ്, ബേസിക് ആയിട്ടുള്ള കീസ് ഏതാണ് അതിന്റെ ഫങ്ഷൻസ് പഠിച്ചു. അതായത് നമ്പർ പാഡ് പഠിച്ചു, ഓപ്പറേറ്റർ കീ പഠിച്ചു, സയന്റിഫിക് കാൽക്കുലേറ്റർ മോഡ് നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേറ്റർ മോഡ്, മെമ്മറി കീസ്. മെമ്മറി കീസിൽ തന്നെ എത്ര ഉണ്ട്? 5 ഉണ്ട് അല്ലേ? MC ഉണ്ട്, MR ഉണ്ട്, MS ഉണ്ട്, M+, M-. ഇതിൽ ഓരോന്നിനും ഓരോ കാര്യങ്ങളും പഠിച്ചു. MC എന്ന് വെച്ചാൽ എന്തായിരുന്നു? മെമ്മറി ക്ലിയർ. MR എന്ന് വെച്ചാൽ മെമ്മറി റീകാൾ ഓർ മെമ്മറി റിട്രൈവ്. പിന്നെ MS എന്താ? മെമ്മറി സ്റ്റോർ. M+ add with the number in the memory. M- subtract with the number in the memory. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? കീസ് യൂസ്ഡ് ഫോർ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യുന്ന കീ ഏതൊക്കെയാ നോക്കില്ല? ഏതൊക്കെ ഉണ്ടായിരുന്നു? എന്താണ്? അഡീഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ കീ ഉണ്ട്,
പിന്നെന്താണ് മൾട്ടിപ്ലിക്കേഷൻ കീ, ഈക്വൽ കീ, പീരീഡ് ഓർ ഡെസിമൽ, പിന്നെ പ്ലസ് സ്ലാഷ് മൈനസ്. ഇത്രയും കീ നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ അർത്ഥമെറ്റിക് കാൽക്കുലേഷൻസ് ഇല്ലേ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും ഇതൊക്കെ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യാന്നുള്ളത് പഠിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. വളരെ എളുപ്പമുള്ള പാഠമായിരുന്നു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അതിന്റെ എക്സസൈസ് ഒന്ന് ചെയ്താലോ? ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ കാൽക്കുലേറ്റർ? അതായത് എന്താണ് കാൽക്കുലേറ്ററിന്റെ പർപ്പസ്, ആവശ്യകത എന്താണ്? നമുക്ക് എന്ത് ആൻസർ എഴുതാം? The calculator is electronic software. നമ്മൾ ആദ്യം പഠിച്ച അതേ സെയിം ആൻസർ ആണ് അല്ലേ? എന്താണ് കാൽക്കുലേറ്റർ എന്ന് നമ്മൾ എഴുതത്തില്ലേ? എന്താണ് കാൽക്കുലേറ്റർ? The calculator is electronic software ആണ് which is capable for performing mathematical calculations such as addition, multiplication, subtraction, division. അപ്പോൾ തുടങ്ങിയ അല്ലേ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ ആണ് കാൽക്കുലേറ്റർ. അപ്പം വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റർ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? The calculator is electronic software which is capable of performing mathematical calculations such as addition, multiplication, subtraction and division. Okay, ഇത്രയും കാര്യങ്ങൾ എഴുതി കൂടി ആ ഒരു ക്വസ്റ്റ്യന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. How many ways are there to open a calculator in PC? അതായത് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നമ്മളൊരു കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാൻ എത്ര വഴികളായിരുന്നു പഠിച്ചത്? നിങ്ങൾ പറഞ്ഞു തന്നെ ടീച്ചർ ഇപ്പം കൂടി നമ്മളങ്ങോട്ട് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലേ? എത്ര വഴികളാണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെ രീതിയിലൂടെ? 4 ways ഇല്ലേ? There are 4 ways to open a calculator. ഒരു കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാൻ നമുക്ക് എത്ര വഴികളുണ്ട്? 4 വഴികൾ ഇല്ലേ? 4 ways. There are 4 ways to open a calculator. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? How many ways are there to open a calculator in PC? PCയിൽ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാൻ എത്ര വഴികളുണ്ട്? നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? There are 4 ways to open a calculator. കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാൻ 4 വഴികളുണ്ട്. ക്ലിയർ ആയോ ആ ക്വസ്റ്റ്യന്റെ ആൻസർ മക്കൾക്ക്? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് നമ്പർ പാഡ്? നമ്പർ പാഡിന്റെ യൂസ് നമ്മൾ അല്ലേ ബേസിക് കീസ് ആൻഡ് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. എന്താണ് നമ്പർ പാഡിന്റെ യൂസ് എന്തായിരുന്നു? The number pad on the keyboard is used to enter numbers. നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പർ പാഡ് എന്ന് പറയുന്ന ആ ഒരു കീ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ യൂസ് ഓഫ് നമ്പർ പാഡ്? നമ്മൾ എന്ത് ആൻസർ ചെയ്യും? The number pad on the keyboard അല്ലേ, കീബോർഡിലെ നമ്പർ പാഡ് is used to enter numbers. നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്പർ പാഡ്. എങ്ങനെ ആൻസർ എഴുതാം? The number pad on the keyboard is used to enter numbers. Okay, clear ആയോ? ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Mention any 2 operator keys in a standard calculator. അപ്പോൾ സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്ററിലുള്ള ഏതെങ്കിലും 2 ഓപ്പറേറ്റർ കീസ് എഴുതാൻ പറഞ്ഞേക്കുക. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം ഇല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ 2 എണ്ണം എഴുതാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം അല്ലേ? ടീച്ചർ 2 എണ്ണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് ഈ ഒരു ഓപ്പറേറ്റർ കീ പറയാം അല്ലേ? ഏതാണ് ഇത്? പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ കീ ആണ് ഇത്. യൂസ്ഡ് ഫോർ മൾട്ടിപ്ലൈയിങ് ദ നമ്പേഴ്സ്. നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീ ആണ് മൾട്ടിപ്ലിക്കേഷൻ കീ. ഇപ്പോൾ ഒരു ഓപ്പറേറ്റർ കീ നമുക്ക് ഇത് എഴുതാം. എന്ത്? മൾട്ടിപ്ലിക്കേഷൻ കീ. എഴുതിക്കൂടെ? നെക്സ്റ്റ് 2 എണ്ണം അല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ? എത്ര ഓപ്പറേറ്റർ കീ എഴുതണം? എനി 2 ഓപ്പറേറ്റർ കീ. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ഒന്ന് എഴുതി. ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ കീ. രണ്ടാമത്തെ കീ നമുക്ക് എഴുതാം. ഏതെഴുതാം? ഈ ഒരു ഇത് ഓപ്പറേറ്റർ കീ എഴുതിക്കൂടെ? പ്ലസ്. ഇതാണിത് അഡീഷൻ കീ. ഏത് കീ ആണ്? അഡീഷൻ കീ. അപ്പം എനി 2 ഓപ്പറേറ്റർ അല്ലേ, റൈറ്റ്? എനി 2 ഓപ്പറേറ്റർ കീനെ സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്റർ നമുക്ക് ഏതൊക്കെ എഴുതാം? മൾട്ടിപ്ലിക്കേഷൻ കീ എഴുതാം, അഡീഷൻ കീ എഴുതാം. വേറെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. സബ്ട്രാക്ഷൻ കീ വേണമെങ്കിൽ എഴുതാം, ഡിവിഷൻ കീ വേണമെന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഏതെങ്കിലും 2 എണ്ണം നമ്മൾ ആൻസർ ചെയ്യാം. ടീച്ചർ നിങ്ങൾക്ക് 2 എണ്ണം പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഡിവിഷൻ കീ എഴുതാനാണ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ കീ എഴുതാനാണ് താല്പര്യമെങ്കിൽ അതിന്റെ പേര് എഴുതിയിട്ട് അതിന്റെ യൂസ് എഴുതുക. അപ്പൊ അഡീഷൻ കീ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നു? അഡീഷൻ കീ യൂസ്ഡ് ഫോർ ആഡിങ് ദ നമ്പേഴ്സ്. എന്തിനാണ് നമ്പേഴ്സ് ആഡ് ചെയ്യുക?
ഇപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ നമ്മൾ എഴുതും? മെൻഷൻ എനി ടു ഓപ്പറേറ്റർ കീസ് ഇൻ എ സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്റർ. സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്ററിൽ ഏതെങ്കിലും രണ്ട് ഓപ്പറേറ്റർ കീ എഴുതുക. നമ്മൾ എന്തൊക്കെ ആൻസർ ചെയ്തു? മൾട്ടിപ്ലിക്കേഷൻ കീ എഴുതി. മൾട്ടിപ്ലിക്കേഷൻ കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസ് അല്ലേ യൂസ്ഡ് ടു മൾട്ടിപ്ലൈ ദ നമ്പേഴ്സ്. രണ്ടാമത് നമ്മൾ എഴുതിയത് അഡീഷൻ കീ. അഡീഷൻ കീ എന്തിന് യൂസ് ചെയ്യുന്നു? യൂസ്ഡ് ഫോർ ആഡിങ് ദ നമ്പേഴ്സ്. ക്ലിയർ ആയോ? ഫോർത്ത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് എനി ടു മെമ്മറി കീസ് അവൈലബിൾ ഇൻ ദ സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്റർ. സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് മെമ്മറി കീ എഴുതാനാണ് പറഞ്ഞത്. മെമ്മറി കീ പഠിച്ചപ്പോൾ നമ്മളൊരു 5 ടൈപ്പ് പഠിച്ചു അല്ലേ? MC പഠിച്ചില്ലേ? MC, M+, M-, അങ്ങനെ എത്രണ്ണം പഠിച്ചു? ഒരു 5 മെമ്മറി കീ പഠിച്ചു. അതിൽ ഏതെങ്കിലും രണ്ട് മെമ്മറി കീ എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റൈറ്റ് എനി ടു മെമ്മറി കീസ് അവൈലബിൾ ഇൻ ദ സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്റർ. സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് മെമ്മറി കീ എഴുതുക. ഏത് രണ്ടെണ്ണം വേണമെങ്കിൽ നമുക്ക് ഇടാം, നമ്മുടെ ഇഷ്ടം. ടീച്ചർ ഏതൊക്കെ പറഞ്ഞത് നോക്കിക്കേ. MC എന്ന് വെച്ചാൽ എന്തായിരുന്നു? മെമ്മറി ക്ലിയർ. MS എന്ന് വെച്ചാൽ എന്തായിരുന്നു? മെമ്മറി സ്റ്റോർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ എഴുതാം. M+, M- അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഏതെങ്കിലും രണ്ടെണ്ണം നമ്മൾ ആൻസർ ചെയ്താൽ മതി. ടീച്ചർ MC പറയുന്നു, മെമ്മറി ക്ലിയർ. MS മെമ്മറി സ്റ്റോർ. MR വേണമെങ്കിൽ എഴുതാം അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അത് ഇത്രയും ക്ലിയർ ആയില്ലേ? 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ആൻസർ എന്താ ഫോളോ ആയി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അങ്ങോട്ട് പോവാം. എല്ലാം റെഡി അല്ലേ? ഓക്കെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് ഹാർഡ്വെയർ ഡിവൈസ് ഓർ സോഫ്റ്റ്വെയർ ഈസ് കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ സച്ച് ആസ് ഡാഷ് 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 ആൻഡ് ഡാഷ്. അപ്പൊ ആ 4 ഡാഷിൽ നമ്മൾ എന്തൊക്കെ എഴുതണം? അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? കാൽക്കുലേറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് ഹാർഡ്വെയർ ഡിവൈസ് ഓർ സോഫ്റ്റ്വെയർ ഈസ് കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് സച്ച് ആസ് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ എഴുതുക. സബ്ട്രാക്ഷൻ, അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്ലസ് ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. ഈ ഒരു ചിഹ്നം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അഡീഷൻ വേണ്ടി അല്ലേ? നമ്മുടെ സെക്കൻഡ് ആൻസർ എന്താണ്? അഡീഷൻ. ആഡ് ചെയ്യാൻ, നമ്പേഴ്സ് ആഡ് ചെയ്യാനല്ലേ നമ്മൾ ഈ ഒരു കീ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് ഈസ് യൂസ്ഡ് ടു പെർഫോം കോംപ്ലക്സ് ഫങ്ഷൻസ്, കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആൻഡ് ഹയർ ഓപ്പറേഷൻ. നമ്മൾ സാധാ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസിനൊക്കെ വേണ്ടിയിട്ടില്ലേ? അഡീഷൻ, സിമ്പിൾ ആയിട്ടുള്ള അഡീഷൻ ചെയ്യാനോ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനോ, ഡിവിഷൻ ചെയ്യാനോ, അല്ലെങ്കിൽ എന്താണ് സബ്ട്രാക്ഷൻ ചെയ്യാനോ ഒക്കെയാണ് നമ്മൾ ഈ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേറ്റർ, സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതോ ഒരു കാൽക്കുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് യൂസ് ചെയ്യാനും, കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാനായാലും, ഹയർ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ നമ്മൾ ഏത് കാൽക്കുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചത് ഏതാണ്? സയന്റിഫിക് കാൽക്കുലേറ്റർ. ഏത് കാൽക്കുലേറ്റർ ആണ്? സയന്റിഫിക് കാൽക്കുലേറ്റർ. നമ്മുടെ ആൻസർ എന്താണ്? സയന്റിഫിക് കാൽക്കുലേറ്റർ. അപ്പൊ നമ്മുടെ തേർഡ് ആൻസർ എന്താ? സയന്റിഫിക് കാൽക്കുലേറ്റർ. ഓക്കെ, നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. MC മെമ്മറി ഈസ് ഫോർ ക്ലിയറിംഗ് ദ ഡാഷ്. MC മെമ്മറി എന്ത് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? MC മെമ്മറി ഈസ് ഫോർ ക്ലിയറിംഗ് ദ എന്താണ്? ക്ലിയറിംഗ് ദ മെമ്മറി അല്ലേ? മെമ്മറി ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ MC എന്ന് പറയുന്ന മെമ്മറിക്ക് യൂസ് ചെയ്യുന്നത്. എന്ത് ക്ലിയർ ചെയ്യാൻ? മെമ്മറി. ഓക്കെ, അടുത്ത നോക്കിക്കേ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഓപ്പൺ ഡാഷ് ബൈ പ്രസിംഗ് സ്റ്റാർട്ട് ബട്ടൺ ആൻഡ് എന്തോ ഒന്ന് ഓപ്പൺ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ? സ്റ്റാർട്ട് ബട്ടണും ആറും പ്രസ് ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചു. അത് എന്ത് ഓപ്പൺ ചെയ്യാനായിരുന്നു? നമ്മൾ വേസ്റ്റ് പഠിച്ചപ്പോൾ 4 വേ പറഞ്ഞില്ലേ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാനുള്ള? അത് നമ്മൾ പഠിച്ചായിരുന്നു. സ്റ്റാർട്ട് ബട്ടണും ആറും പ്രസ് ചെയ്യുമ്പോൾ എന്തോ ഒന്ന് ഓപ്പൺ ആയി വരുന്നത്. എന്തുവായിരുന്നു അത്? റൺ. റൺ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? പ്രസിംഗ് സ്റ്റാർട്ട് ബട്ടൺ ആൻഡ് ആറ്. സ്റ്റാർട്ട് ബട്ടണും ആറും പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് റൺ ഓപ്പൺ ആയി വരുന്നത്. അപ്പം ഫിഫ്ത്ത് ആൻസർ എന്താണ്? റൺ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് മനസ്സിലായോ? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? പ്ലസ് ഈസ് യൂസ്ഡ് ഫോർ. എന്തിനാണ് പ്ലസ് യൂസ് ചെയ്യുന്നത്? അഡീഷൻ.
Third question, എന്താണ് scientific calculator അല്ലേ? Scientific calculator is used to perform complex functions, complicated mathematical calculations and higher operations. Fourth one എന്താ? MC memory is for clearing the memory. Fifth question, open dash by pressing start button and R. എന്ത് ഓപ്പൺ ആണ്? എന്ത് ഓപ്പൺ ആക്കാനാണ് നമ്മൾ R സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നത്? run. Filling the blanks clear ആയില്ലേ? നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? Next നോക്കിക്കേ, read the following statement and tick the correct option. First question, open run using dash, then type cal and click OK. അപ്പോൾ നമ്മൾ എങ്ങനെ run ഓപ്പൺ ചെയ്യുന്നത്? എന്ത് ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഏതൊക്കെയാണ്? സ്റ്റാർട്ട് ബട്ടണിലും ഇല്ലേ പ്ലസ് ഇത് രണ്ടും കൂടെ ഞെക്കുമ്പോഴാണ് നമുക്ക് എന്ത് ഓപ്പൺ ആയി വരുന്നത്? റൺ ഓപ്പൺ ആയി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്പൺ റൺ സ്റ്റാർട്ട് പ്ലസ് R then type cal and then click OK. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റാർട്ട് പ്ലസ് R. എല്ലാം ടിക്ക് ചെയ്തോ? Okay, next question നോക്കിക്കേ, dash key is used for dividing the numbers. നമ്പർ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ഈ തന്നേക്കുന്നതിൽ ഏത് കീ ആ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ തേർഡ് അല്ലേ? ഏതാണ് നമ്മുടെ ഓപ്ഷൻ തേർഡ്? ഈ കീ ആണ് നമ്മൾ ഡിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 3 ഈ കീ അല്ലേ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡാഷ് കീ ഈസ് യൂസ്ഡ് ഫോർ മെമ്മറി സ്റ്റോർ. മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കീ ഏതായിരുന്നു? മെമ്മറി കീ ഏതായിരുന്നു? MS. ഏത് കീയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? MS. MS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഓപ്ഷൻ ഏതാണ്? MS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ടു സ്വിച്ച് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേറ്റർ മോഡ് സെലക്ട് ഡാഷ് ഫ്രം ദ വ്യൂ മെനു. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേറ്റർ മോഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് ഓൺ ആക്കണമെങ്കിൽ നമ്മൾ വ്യൂ മെനുവിൽ നിന്ന് എന്തായിരുന്നു സെലക്ട് ചെയ്യേണ്ടുന്നത്? എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞ എന്തായിരുന്നു സെലക്ട് ചെയ്യേണ്ടത്? സ്റ്റാറ്റിസ്റ്റിക്സ്. ഏതാണ്? സ്റ്റാറ്റിസ്റ്റിക്സ്. ഏതാണ്? സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ക്ലിയർ ആയോ? സ്റ്റാറ്റിസ്റ്റിക്സ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ട്രിഗണോമെട്രി ബൈ ലോഗരിതം പ്രോബബിലിറ്റി പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ്ഡ് വിത്ത് ഡാഷ് കാൽക്കുലേറ്റർ. ട്രിഗണോമെട്രി അല്ലേ, പിന്നെന്താണ് പൈ, ലോഗരിതം, പ്രോബബിലിറ്റി പ്രോബ്ലം ഇതെല്ലാം സോൾവ് ചെയ്യാൻ നമ്മൾ ഏത് കാൽക്കുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്? ഏത് കാൽക്കുലേറ്റർ ആണ്? ഓപ്ഷൻ 3 അല്ലേ? ഓപ്ഷൻ 3 ഏതാണ്? സയന്റിഫിക് കാൽക്കുലേറ്റർ. ഏത് കാൽക്കുലേറ്റർ ആണ്? സയന്റിഫിക് കാൽക്കുലേറ്റർ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഏതായിരുന്നു? സ്റ്റാർട്ട് പ്ലസ് R. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ 3 ഡിവിഷൻ കീ. തേർഡ് ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ 3 MS. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഏതായിരുന്നു? ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 3 സയന്റിഫിക്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തതിലോട്ട് പോവാം നമുക്ക്. നോക്കിക്കേ, ഡി സെക്ഷൻ ഡി നോക്കിക്കേ, റീഅറേഞ്ച് ദ ജംബിൾഡ് ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദ ഹിഡൻ വേർഡ്സ്. എന്താണ്? നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് റീഅറേഞ്ച് ചെയ്തില്ലേ, തെറ്റിച്ചൊക്കെ മാറ്റി മാറ്റി തന്നേക്കുന്നു. നമ്മൾ അത് റീഅറേഞ്ച് ചെയ്തിട്ട് അതിൽ ഒളിഞ്ഞിരിക്കുന്ന വേർഡ് ഏതാണ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നോക്കിക്കേ, YMEORM. ഇനി നമുക്ക് ഈ ലെറ്റേഴ്സ് റീഅറേഞ്ച് ചെയ്ത് അതിൽ നമുക്ക് ഏത് പുതിയൊരു വേർഡ് കണ്ടെത്താം? ഏത് വേണം? മെമ്മറി ഇല്ലേ? ആ ലെറ്റേഴ്സിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? മെമ്മറി. MEMORY. മെമ്മറി എന്ന് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് നോക്കിക്കേ, QUEAL. അപ്പൊ അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഏതായിരിക്കും, ഏത് വേർഡായിരിക്കും കിട്ടുന്നത്? ഈക്വൽ. ഏതാണ്? ഈക്വൽ. EQUAL. ഈക്വൽ. ഓക്കെ, അടുത്ത തേർഡ് വേർഡ് നോക്കിക്കേ, TIADDION. ഈ ഒരു വേർഡിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഏത് വേർഡ് കിട്ടും? ഏത് വേർഡ് കിട്ടും? അഡിഷൻ. ഏതാണ്? അഡിഷൻ. ADDITION. അഡിഷൻ. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത വേർഡ് നോക്കിക്കേ, ROTCALUCAL. നിങ്ങൾ പറഞ്ഞേ, അത് തന്നേക്കുന്ന ലെറ്റേഴ്സിനെ കറക്റ്റ് ആയിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ വേർഡ് പറഞ്ഞേ, അതിൽ നിന്ന് കിട്ടുന്ന വേർഡ് ഏതാന്ന് പറഞ്ഞേ. ഏത് വേർഡ് കിട്ടും നമുക്ക്? കാൽക്കുലേറ്റർ. അവിടെ കിട്ടുന്നു കാൽക്കുലേറ്റർ. CALCULATOR. കാൽക്കുലേറ്റർ.
ഓക്കെ, ക്ലിയർ ആയില്ലേ? കാൽക്കുലേറ്റർ. നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ, YNPULTIR. ഏത് വേർഡ് കിട്ടും നമുക്ക് അതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്യുമ്പം? മൾട്ടിപ്ലൈ. ഏത് വേർഡ് കിട്ടുന്നു? മൾട്ടിപ്ലൈ. MULTIPLY, മൾട്ടിപ്ലൈ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. നമ്മുടെ ഡി സെക്ഷൻ ഡി ചെയ്ത് കിട്ടുക. ആദ്യത്തെ വേർഡ് മെമ്മറി, സെക്കൻഡ് ഈക്വൽ, തേർഡ് അഡീഷൻ, ഫോർത്ത് കാൽക്കുലേറ്റർ, ഫിഫ്ത്ത് മൾട്ടിപ്ലൈ. ഓക്കെ, നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ എക്സസൈസും നോക്കി അല്ലേ? ഈ ചാപ്റ്റർ നോട്ട്സ് ടീച്ചർ ഈ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്ന ഏതെങ്കിലും ഒരു നോട്ട്സ് ഈ വീഡിയോയുടെ ബാക്കിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയെങ്കിൽ അത് എഴുതിയെടുക്കാൻ നിൽക്കേണ്ട. ബാക്കി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാത്ത ടീച്ചർ തരാത്ത ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയെടുത്താൽ മതി കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എഴുതിയിട്ടുള്ളത് ഈ വീഡിയോയുടെ ബാക്കിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ നിൽക്കേണ്ട. നമുക്ക് എഴുതാത്ത ക്വസ്റ്റ്യൻ തൊട്ട് എഴുതിപ്പോയാൽ മതി. ഓക്കെ, ഇന്ന് പഠിപ്പിച്ച ഇത്രയെല്ലാം മനസ്സിലായോ? വീഡിയോയുടെ ബാക്കിൽ വല്ല നോട്ട്സ് എഴുതിയെടുക്കണം, അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. എന്നിട്ട് ടീച്ചറിന് എന്താണ് നോട്ട്സ് സെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.